ക്രിമിനൽസിനെ ദൈവം എങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്? നിയമത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നു. ഒന്ന്. ഇനി രണ്ടാമത്തത്, നീതി ലഭിക്കാതെ പോയ ഏകദേശം 4ഓളം വ്യക്തികളുണ്ട്. അവർക്ക് അതിൽ കൂടുതലുണ്ടാകാം. നമ്മളുടെ സമൂഹത്തിന് മുൻപിലേക്ക് വന്നതിപ്പം 4 പേരാണ്. ആ 4 പേർക്ക് ഒരു നീതി നേടിക്കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇതൊരു നിമിത്തമായി എന്ന് മാത്രം. ഓക്കെ, ആ കുഞ്ഞിനെ ദൈവത്തിൻ്റെ ആ ഒരു കുഞ്ഞ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കുഞ്ഞു മാലാഖമാരുടെ സ്വർഗത്തിലും ആ കുഞ്ഞിനെ സന്തോഷവാനാണ്, ഇനി സുരക്ഷിതനാണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ 1.5 വയസ്സിൽ അവൻ കുറച്ചൊക്കെ അനുഭവിച്ചു, കുറച്ചല്ല കുറച്ചധികം നന്നായിട്ട് അവൻ അനുഭവിച്ചു. പക്ഷേ അതെല്ലാം മറക്കുന്ന വിധത്തിലുള്ള ഒരു സ്വർഗീയ സന്തോഷം ദൈവം അവന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണെന്നറിയാവോ? ദൈവം ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടത്തി വിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ അഷ്കർ എന്ന കൊടും ക്രിമിനൽ എവിടെ ഇരിക്കുമായിരുന്നു? അവൻ ഇനിയും യഥേഷ്ടം വിഹരിക്കുമായിരുന്നു എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. കാരണം എന്താണെന്നറിയാവോ? ഇവനെതിരെ ഒത്തിരി പരാതികളുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്യുവാൻ ഏതോ കുറച്ച് പോലീസ് ഓഫീസർമാരൊക്കെ ഇവൻ്റെ പുറകിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവൻ പല കേസിൽ നിന്നും ഇവൻ ഊരി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ തെറ്റുകാരായിട്ട് അവിടെ നമ്മൾക്ക് ആ പോലീസുകാരെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. പോലീസുകാർ ആ ഒരു വിഷയത്തിൽ മാത്രമല്ല, കുഞ്ഞിൻ്റെ വിഷയത്തിലും പോലീസ് നിസ്സംഗരായിട്ട് നിന്നു എന്ന് പറയേണ്ടി വരും. അവിടെയും കുറച്ച് നിയമത്തിന് മുമ്പിലേക്ക് വരേണ്ട കുറച്ച് പോലീസ് ഓഫീസേഴ്സ് അവിടെയുമുണ്ട്. ഓക്കെ, ഈ 2 കാര്യത്തിലുമുണ്ട്. ഇനി ഈ ചെറുക്കൻ്റെ, അതായത് അഷ്കർ എന്ന് പറയുന്ന ഈ ക്രിമിനലായിട്ടുള്ള അവൻ്റെ വിഷയത്തിലോട്ട് വന്നു കഴിയുമ്പോഴും അവന് ആദ്യം ഒരു സ്ത്രീയുമായിട്ട് ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞു. ആ സ്ത്രീ എന്താണ്? ഇവൻ്റെ ടോർച്ചറിങ് സഹിക്കാൻ വയ്യാതെ ആ പെണ്ണ് പോയിട്ട് ആത്മഹത്യ ചെയ്തു. ഇനി രണ്ടാമത് എന്താണ്? ഇവൻ വേറൊരു ആമിന എന്ന് പറയുന്ന ഒരു സഹോദരിയെ വിവാഹം കഴിച്ചിട്ട് ആ പെണ്ണിനോട് ഇവൻ ചെയ്ത ക്രൂരത എന്ന് വെച്ചാൽ ആ ഫോട്ടോയൊക്കെ ഉണ്ട്. മിടുക്കത്തിയായിട്ടിരുന്ന ഒരു പെണ്ണിനെ ഒരു പരുവത്തിലാക്കി തീർത്തവൻ. എന്നിട്ട് അതിൻ്റെ കേസിന് പോലും അതിൻ്റെ ഉമ്മയൊക്കെ കയറി ഇറങ്ങി നടന്നിട്ട് അവർക്ക് നീതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവൻ്റെ പോലീസ് ഓഫീസേഴ്സുമായിട്ടുള്ള ബന്ധമുണ്ട്, അവർക്ക് നീതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇനി ഇപ്പോഴത്തെ കോൺഗ്രസ് സർക്കാർ കയറിയിട്ടുണ്ട്. അവരെ എന്തായാലും ഈ വിഷയങ്ങളൊക്കെ ഇനി പുറത്തോട്ട് കൊണ്ടുവരും. അങ്ങനെ ആ ഒരു കുട്ടിക്കും എന്താണ് നീതി ലഭിക്കുവാനായിട്ടുള്ള സാഹചര്യമാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പെൺകുട്ടിക്കുള്ള നീതി, ഇനി ആ പെൺകുട്ടിയുടെ സഹോദരൻ ആത്മഹത്യ ചെയ്യുവോ, ഏതാണ്ട് പുഴയിൽ മുങ്ങി മരിക്കുകയോ ഏതാണ്ടാണ് ചെയ്തത്. അതിനും ഇവൻ ഈ അഷ്കർ എന്ന് പറയുന്നവനാണ് ഉത്തരവാദി എന്നാണ് ആ കുടുംബത്തിൻ്റെ ആരോപണം. അപ്പോൾ അതിൻ്റെ മേലും ഒരു അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ ഈ ആമിന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ സഹോദരന് നീതി ലഭിക്കണം, അല്ലേ? ഇനി മൂന്നാമത്തേതാരാണ്? ഈ അഖിൽ എന്ന് പറയുന്ന സഹോദരൻ, അല്ലെ? ആത്മഹത്യ ചെയ്ത കുഞ്ഞിൻ്റെ അച്ഛൻ, അവന് നീതി ലഭിക്കണം. ആ ഒരു കുടുംബത്തിന് നീതി ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതുകൂടാതെ ഈ അഷ്കർ എന്ന് പറയുന്നവൻ ആ നാട്ടുകാർക്ക് ഒരു തലവേദനയായിരുന്നു. അവിടെ കിടന്നുകൊണ്ട് ഇവൻ ഭയങ്കര അഭ്യാസ പ്രകടനങ്ങളായിരുന്നു. വണ്ടിയിട്ട് തിരിക്കുക മറക്കുക. ഇവനൊരു ഡ്രൈവറാണ്. അപ്പോൾ ഇവൻ അതിൻ്റെ മുഴുവൻ അഭ്യാസ പ്രകടനങ്ങൾ അവിടെ നടത്തി അവിടെയുള്ള നാട്ടുകാർക്ക് ഇവനൊരു തലവേദനയായിരുന്നു. അപ്പോൾ ആ നാട്ടുകാർക്ക് നീതി ലഭിക്കേണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ